എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോസ്റ്റ്മാനിൽ ഡൈജസ്റ്റ് ഒതന്റിക്കേഷൻ എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ്. ആദ്യമേ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. വിത്ത് ഡൈജസ്റ്റ് ഓത്ത് ദ ക്ലയന്റ് സെൻഡ്സ് എ ഫസ്റ്റ് റിക്വസ്റ്റ് ടു ദ API ആൻഡ് the server respond with a few details, including a number that can be used only once, a realm value and a 401 unauthorized response. You then send back an encrypted array of data including a username and password combined with the data received from the server in the first request. The server uses the passed data to generate an encrypted string and compares it against what you send to authenticate your request. Digest authentication എന്ന് പറയുന്ന ഒരു 2-step പ്രോസസ്സാണ്. ഫസ്റ്റ് ടൈം ക്ലയന്റ് ഒരു റിക്വസ്റ്റ് സെർവറിലേക്ക് അയക്കും. ഫസ്റ്റ് ടൈം സെർവർ തിരിച്ച് അയക്കുന്ന റെസ്പോൺസ് കോഡ് 401 ആയിരിക്കും. റെസ്പോൺസിന്റെ കൂടെ കുറച്ച് വാല്യൂസ് കൂടെ കാണും. റെലം വാല്യൂ, അതുപോലെ നോൺസ് എന്നൊരു വാല്യൂ, അതുപോലെ QOP എന്നൊരു വാല്യൂ കാണും. അതിനുശേഷം വീണ്ടും ക്ലയന്റ് ഒരു എൻക്രിപ്റ്റഡ് അറേ ഓഫ് ഡേറ്റ തിരിച്ച് സെർവറിലേക്ക് അയക്കും. ഇത്തവണ അയക്കുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും കമ്പൈൻ ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഫസ്റ്റ് റിക്വസ്റ്റിന് റെസ്പോൺസ് വന്ന റെലം വാല്യൂ, അതുപോലെ നോൺസ് വാല്യൂ, അതുപോലെ QOP വാല്യൂ, അതുപോലെ മറ്റു പല വാല്യൂസും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും സെക്കൻഡ് ടൈം റിക്വസ്റ്റ് ക്ലയന്റ് സെർവറിലേക്ക് അയക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ടൈം അയക്കുമ്പോൾ സെർവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഒരു എൻക്രിപ്റ്റഡ് സ്ട്രിങ് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ആ സ്ട്രിങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് റിക്വസ്റ്റ് ഒതന്റിക്കേറ്റ് ചെയ്യും. അപ്പം ഇതാണ് ഒരു ഇൻട്രഡക്ഷൻ. ഡീറ്റെയിൽഡ് ആയിട്ട് ഡെമോ ചെയ്യുമ്പോൾ റെസ്പോൺസ് ഫസ്റ്റ് ടൈം വരുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി ഡൈജസ്റ്റ് ഒതന്റിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പോസ്റ്റ്മാനിൽ ഇൻ ദ ഓതറൈസേഷൻ ടാബ് ഫോർ എ റിക്വസ്റ്റ് സെലക്ട് ഡൈജസ്റ്റ് ഓത്ത് ഫ്രം ദ ടൈപ്പ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. Postman will present fields for both stages of authentication request. It will auto-complete the fields for the second request in the advanced section using data returned from the server by the first request. To enable Postman to automate the flow, enter username and password values or variables and these will be sent with the second request. നമ്മൾ ബേസിക് ഓതന്റിക്കേഷൻ ചെയ്ത പോലെ തന്നെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് വാല്യൂ സെലക്ട് ചെയ്ത് API എൻഡ് പോയിന്റ് ആഡ് ചെയ്യുന്നു, HTTP മെത്തേഡ് ആഡ് ചെയ്യുന്നു, അതുപോലെ യൂസർ നെയിം പാസ്വേഡ് വാല്യൂ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഹിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡൈജസ്റ്റ് ഓത്ത് സെലക്ട് ചെയ്യുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെ പോസ്റ്റ്മാൻ പോപ്പുലേറ്റ് ചെയ്തോളും. അത് നമുക്ക് നോക്കാം. ഇതാണ് എൻഡ് പോയിന്റ്. HTTP മെത്തേഡ് ഗെറ്റ് ആണ്. യൂസർ നെയിമിന്റെ വാല്യൂ പോസ്റ്റ്മാൻ എന്നും പാസ്വേഡിന്റെ വാല്യൂ പാസ്വേഡ് എന്ന് തന്നെയാണ്. ഞാൻ ഓൾറെഡി പോസ്റ്റ്മാൻ ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓതറൈസേഷൻ എന്ന കളക്ഷന്റെ അകത്ത് ഡൈജസ്റ്റ് ഓത്ത് എന്ന് പറഞ്ഞ് ഒരു റിക്വസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. API എൻഡ് പോയിന്റ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തു, അതുപോലെ HTTP മെത്തേഡ് ഗെറ്റ് എന്ന് കൊടുത്തു, അതുപോലെ ഓതറൈസേഷൻ എന്ന ടാബ് വന്ന ശേഷം ടൈപ്പ് എന്ന ഡ്രോപ്പ് ഡൗണിനകത്ത് ഞാൻ ഡൈജസ്റ്റ് ഓത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം തന്നെ യൂസർ നെയിം പാസ്വേഡ് എന്നുള്ള ആ ഒരു ഫീൽഡ്സ് പോസ്റ്റ്മാൻ തന്നെ പോപ്പുലേറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ കളക്ഷൻ വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന യൂസർ നെയിം എന്ന വേരിയബിൾ യൂസ് ചെയ്തു, അതുപോലെ പാസ്വേഡ് എന്ന വേരിയബിൾ യൂസ് ചെയ്തു. ഓവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം യൂസർ നെയിമിന്റെ വാല്യൂ പോസ്റ്റ്മാൻ എന്നും അതുപോലെ പാസ്വേഡിന്റെ വാല്യൂ പാസ്വേഡ് എന്ന് തന്നെയാണ്. പിന്നെ ഇതിനകത്തുള്ളൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ ആയിട്ട് കാണാം. ബേസിക് ഓത്തിൽ നിന്ന് അപേക്ഷിച്ച് ഇനി ഒരു സെക്ഷൻ കൂടെ ഡൈജസ്റ്റ് ഓത്തിനകത്ത് വരും, അഡ്വാൻസ് കോൺഫിഗറേഷൻ. ഇതിനകത്തുകൂടെ ആയിരിക്കും ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ പോവാണ്. റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. പക്ഷേ ഞാൻ ഇൻട്രഡക്ഷൻ പറഞ്ഞ പോലെയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആദ്യമേ 200 സ്റ്റാറ്റസ് കോഡാണ് വന്നത്. പക്ഷേ ബാക്കെൻഡിൽ അവിടെ ഒരു 401 സ്റ്റാറ്റസ് കോഡ് വന്നിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസോളിൽ പോയി നോക്കിയാൽ മാത്രമേ അത് കാണത്തുള്ളൂ. കാരണം സെക്കൻഡ് റീട്രൈ ഇവിടെ പോസ്റ്റ്മാൻ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതുകൊണ്ടാണ് 401 സ്റ്റാറ്റസ് കോഡ് ഇവിടെ കാണാത്തത്. ഫസ്റ്റ് ടൈം തന്നെ ആ 401 സ്റ്റാറ്റസ് കോഡ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഏസ് ഡിസേബിൾ റീട്രൈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം സെൻഡ് ആകുന്ന ആ റിക്വസ്റ്റ് മാത്രമേ സെൻഡ് ആവുള്ളൂ. സെക്കൻഡ് റിക്വസ്റ്റ് സെൻഡ് ആകുകയില്ല. അപ്പം ഞാൻ ഇവിടെ കൺസോളിൽ കാണിക്കാം. ഫസ്റ്റ് ടൈം ഹിറ്റ് ചെയ്ത റിക്വസ്റ്റ്, അതിൽ നിന്ന് സെർവർ തിരിച്ചു തന്ന റെസ്പോൺസും ഇപ്പം നിങ്ങൾക്ക് കാണാം. ഇവിടെ കൺസോളിൽ 2 ഗെറ്റ് റിക്വസ്റ്റ് കാണാം. അതിനകത്ത് ഫസ്റ്റ് റിക്വസ്റ്റിന്റെ സ്റ്റാറ്റസ് കോഡ് 401 ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് റിക്വസ്റ്റിന്റെ
സ്റ്റാറ്റസ് കോഡ് 200. അപ്പോൾ ഞാൻ ഫസ്റ്റ് റിക്വസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റെസ്പോൺസ് ഹെഡറിനകത്ത് ഒരു കീ കാണാം, WWW-Authenticate. ഇതിൻ്റെ അകത്ത് റെലം, അതുപോലെ നോൺസ്, QoP, ഇങ്ങനെ 3 വാല്യൂസ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. റെലം എന്താണെന്നുള്ളതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സ്ട്രിംഗ് സ്പെസിഫൈഡ് ബൈ ദ സെർവർ. നോൺസ് എന്ന് പറഞ്ഞാൽ യുണീക് സ്ട്രിംഗ് സ്പെസിഫൈഡ് ബൈ ദ സെർവർ. QoP എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് പ്രൊട്ടക്ഷൻ അപ്ലൈഡ് ടു ദ മെസ്സേജ്. ഇങ്ങനെ 3 കാര്യങ്ങൾ ഫസ്റ്റ് ടൈം റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ സെർവർ തിരിച്ച് തരുന്ന റെസ്പോൺസിനകത്ത് WWW-Authenticate എന്ന ഹെഡറിനകത്ത് തരും. അതിനുശേഷം വീണ്ടും ക്ലയന്റ് ഒന്നുകൂടെ റിക്വസ്റ്റ് അയക്കും. ഇപ്പം രണ്ടാമത്തെ ടൈം അയക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡും അതുപോലെ ഇപ്പം റിക്വസ്റ്റിനോട് ഫസ്റ്റ് ടൈം റെസ്പോൺസ് വന്നപ്പോൾ വന്ന ഈ 3 വാല്യൂസും അതോടൊപ്പം തന്നെ ഈ 4 വാല്യൂസും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും സെക്കൻഡ് ടൈം റിക്വസ്റ്റ് സെർവറിലേക്ക് പോകുന്നത്. അത് പോകുന്നത് സെക്കൻഡ് റിക്വസ്റ്റിന്റെ റിക്വസ്റ്റ് ഹെഡറിനകത്തായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സെക്കൻഡ് റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് കൺസോളിനകത്ത്. അപ്പം റിക്വസ്റ്റ് ഹെഡറിനകത്ത് ഓതറൈസേഷൻ എന്നൊരു കീ കാണാം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം യൂസർ നെയിം പോയിരിക്കുന്നു, റെനം പോയിരിക്കുന്നു, നോൺസ് പോയിരിക്കുന്ന അൽഗോരിതം. അത് ഈ അൽഗോരിതം യൂസ് ചെയ്യുന്നത് എൻക്രിപ്ഷന് വേണ്ടിയാണ്. MD5 സപ്പോർട്ട് ചെയ്യും പോസ്റ്റ്മാൻ. അതുപോലെ QoP പോയിട്ടുണ്ട്, NC പോയിട്ടുണ്ട്. NC എന്ന് പറയുന്നത് നോൺസ് കൗണ്ടും, നോൺസ് എന്ന് പറയുന്നത് ക്ലൈന്റ് നോൺസും ആണ്. അപ്പം ഇത്രയും വാല്യൂസ് സെക്കൻഡ് റിക്വസ്റ്റിന്റെ കൂടെ റിക്വസ്റ്റ് ഹെഡറിന്റെ കൂടെ പാസ് ആവും. അതിനുശേഷമാണ് സെർവർ ഇവിടെ ഞാൻ പറഞ്ഞു ഒരു എൻക്രിപ്റ്റഡ് സ്ട്രിങ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ അയച്ച സെക്കൻഡ് റിക്വസ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്ത ശേഷമാണ് ഒതന്റിക്കേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബാക്ക് എൻഡ് നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ റീട്രൈങ് റിക്വസ്റ്റ് ഡിസേബിൾ ചെയ്തിട്ടില്ല. ഡിസേബിൾ ചെയ്തു എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 401 സ്റ്റാറ്റസ് കോഡേ വരുള്ളൂ. ഞാനത് കാണിച്ചു തരാം. ഞാൻ ഈ AS ഡിസേബിൾ റീട്രൈങ് റിക്വസ്റ്റ് എന്ന ചെക്ക് ബോക്സ് എനേബിൾ ചെയ്യുകയാണ്. അതിനുശേഷം സേവ് ചെയ്യുന്നു, അതിനുശേഷം സെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം 401 അൺഓതറൈസ്ഡ് എന്നുള്ള സ്റ്റാറ്റസ് കോഡ് വന്നിരിക്കും. അതായത് റീട്രൈയിങ് തന്നെ പോസ്റ്റ്മാൻ ചെയ്തില്ല, കാരണം നമ്മൾ ഇവിടെ അത് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കും. ഞാൻ വീണ്ടും ഇത് അൺചെക്ക് ചെയ്യുന്നു, അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൺസോളും കൂടെ ഞാൻ ക്ലിയർ ചെയ്യുവാണ്. കൺസോളിന്റെ യൂസേജ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ്മാൻ പ്ലേലിസ്റ്റിൽ. അതിന്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ കൺസോൾ ക്ലിയർ ചെയ്യുവാണ്. ഇനി ഞാൻ വീണ്ടും സെൻഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് നോക്കാം. അതായത് ഇപ്പം ഞാൻ അവസാനം സെൻഡ് ചെയ്തപ്പോൾ റീട്രൈ എന്നുള്ള ആ ഒരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം തന്നെ 401 അൺഓതറൈസ്ഡ് സ്റ്റാറ്റസ് കോഡ് മാത്രമായിട്ട് വന്നത്. അതായത് റീട്രൈ അവിടെ സംഭവിച്ചില്ല. ഇപ്പം ഞാൻ അത് ഡിസേബിൾ ചെയ്തു. ഡിസേബിൾ ചെയ്തു എന്ന് ഉദ്ദേശിക്കുന്നത് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ 2 റിക്വസ്റ്റും പോസ്റ്റ്മാൻ സെൻഡ് ചെയ്യും. നിങ്ങൾക്ക് കാണാം സെൻഡ് ചെയ്യുവാണ്. ഇവിടെ 200 ഓക്കെ എന്നുള്ളതാണ് വന്നത്. ഈ കൺസോൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ 2 ഗെറ്റ് റിക്വസ്റ്റ് സെൻഡ് ആയിരിക്കുന്നത് കാണാം. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഡൈജസ്റ്റ് ഓത്തിന്റെ കേസിൽ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ് മനസ്സിലാക്കുക. ഫസ്റ്റ് ടൈം സെർവറിലേക്ക് ക്ലയന്റ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ സെർവർ ഒരു 401 റെസ്പോൺസ് ആയിരിക്കും തിരിച്ചയക്കുന്നത്. അപ്പോൾ അങ്ങനെ അയക്കുമ്പോൾ WWW-Authenticate എന്ന ഹെഡറിനകത്ത് ഈ 3 വാല്യൂസ് കാണും. അതിനുശേഷം വീണ്ടും റീട്രൈ ചെയ്യും ക്ലയന്റ്. തിരിച്ച് വീണ്ടും രണ്ടാമത്തെ തവണ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും അതോടൊപ്പം ഈ 3 വാല്യൂ, അതുപോലെ എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്ന അൽഗോരിതവും നോൺസ് കൗണ്ടും ക്ലൈന്റ് നോൺസും ഒപ്പേക്ക്, ഇത്രയും വാല്യൂസ് കൂടെ സെക്കൻഡ് റിക്വസ്റ്റിന്റെ റിക്വസ്റ്റ് ഹെഡറിൽ പാസ്സായ ശേഷമാണ് ഒതന്റിക്കേഷൻ സംഭവിക്കുന്നത്. അപ്പം പോസ്റ്റ്മാനിലെ ഡൈജസ്റ്റ് ഒതന്റിക്കേഷൻ എന്ന കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. ഇനി മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.